എന്താ പറയേണ്ടെന്നുള്ള ഒരു ആശങ്കയിലാണ്. ആരോടാ നന്ദി പറയേണ്ടത്? നന്ദി എന്ന ചെറിയ വാക്കുകൊണ്ടിത് പൂർണ്ണമാകുമോ എന്ന സംശയമാണ്. നേരത്തെ കാണിച്ച ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു വാക്ക്, ഒരു കഥകളിക്കാരൻ ആയത് എൻ്റെ സുഹൃതം എന്നാണ്. വീണ്ടും പറയുന്നു, സുഹൃതം. കഥകളി പഠിപ്പിക്കാൻ തീരുമാനിച്ച അച്ഛൻ, അമ്മ, വേണ്ടപ്പെട്ടവർ, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതിൽ രക്ഷിതാക്കളെ ആദ്യം നമിക്കുന്നു. പിന്നീട് 5ാം ക്ലാസ്സിൽ 10 വയസ്സുള്ളപ്പോൾ കഥകളി രംഗത്തേക്ക് കൊണ്ടുവന്ന പീതാംബരനാശാൻ, അദ്ദേഹത്തോടും ആ ആദ്യ ഗുരുനാഥനോടും കടപ്പെട്ടിരിക്കുന്നു. പിന്നീട് 15 വയസ്സുള്ളപ്പോൾ മാർഗിയിൽ ചെന്നു. മാർഗി ആയി പിന്നെ എൻ്റെ വീട്. താമസവും ഭക്ഷണവും പഠിത്തവും എല്ലാം അവിടെ. മാങ്കുളം തിരുമേനി, ഇഞ്ചക്കാട് രാമചന്ദ്രനാശാൻ, ആ ഗുരുനാഥന്മാരെ നമിക്കുകയാണ്. എന്നെ ഒരുവിധം ഭേദപ്പെട്ട, തരക്കേടില്ലാത്ത നിലയിലേക്ക് ഒരു കഥകളി വേഷക്കാരനാക്കാൻ ഗുരുനാഥന്മാർക്ക് പുറമേ അപ്പുക്കുട്ടൻ നായർ സാറിൻ്റെ കണക്കിൽ അധികമുള്ള വാത്സല്യവും പ്രോത്സാഹനവും ഉണ്ടായി. അദ്ദേഹത്തെയും വണങ്ങുന്നു. പിന്നീട് 80 കൃഷ്ണനാരാശാൻ മാർഗിയിലേക്ക് എത്തുകയാണ്. അവിടെ മുതലാണ് കഥകളി ആസ്വാദകർ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ അവർ ഉൾക്കൊള്ളുന്നത് അപ്പോഴും മുതലാണ്. കാരണം ആശാൻ്റെ ആ അഭ്യാസ രീതി അത്തരത്തിൽ ആയിരുന്നു. ആശാന് വേണ്ട എല്ലാ പരിചരണവും ചെയ്ത് ആശാനോടൊപ്പം നിന്ന്, ആശാൻ പ്രോഗ്രാം ഉള്ള സ്ഥലങ്ങളിലൊപ്പം പോയി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കണ്ട് പഠിച്ച് അഭ്യസിച്ച് വന്ന ഒരു ബലം, ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു ശക്തി കൊണ്ടാണ് കലാമണ്ഡലം ഗോപിയാശാൻ തുടങ്ങിയ മഹാരഥന്മാരുടെ, കഥകളിയുടെ ഉന്നതിയിൽ വിരാജിക്കുന്ന ഗുരുനാഥന്മാരോടൊപ്പം അരങ്ങത്ത് നിൽക്കാൻ കഴിഞ്ഞത്. അത് ആ വലിയ ഗുരുനാഥനെ നമിക്കുകയാണ്. വിജയീഭവ എന്ന പേരിൽ സംഘാടക സമിതി, അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച ആൾക്കാരുണ്ട്, കൂടെ നിന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, നാട്ടുകാർ. എല്ലാവരെയും ആരെയും പേരെടുത്ത് പറഞ്ഞാൽ വിട്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആരെയും പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും 2 പേര് പരാമർശിച്ചേ പറ്റൂ എന്ന് എൻ്റെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വേണുഗോപാൽ സാറിൻ്റെ പേരും നമ്മുടെ സുഹൃത്ത് രാജേന്ദ്രൻ്റെ പേരും പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്രയ്ക്കും വേണ്ടി അവരുടെ വീട്ടുകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഇത് ഒരു വിജയപ്രദമാക്കുന്നതിന് വേണ്ടി 2 പേരും അഹോരാത്രം പണിയെടുത്തവരാണ്. അവരെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായി എന്നുള്ള വസ്തുതയാണ്, സാമ്പത്തികമായിട്ടും അല്ലാതെയും. ഇന്നലെയും ഇന്നും ഇവിടെ കൂടിയ നമ്മുടെ നാട്ടുകാരും എന്നെ സ്നേഹിക്കുന്ന കഥകളി ആസ്വാദകർ അനവധി പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ നന്ദിയല്ല കടപ്പെട്ടിരിക്കുന്നു. കഥകളി കലാകാരന്മാർ പലരും എത്തി. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഇതിട്ടുകൊണ്ട് നടക്കാൻ, പുറത്തിറങ്ങുമ്പോൾ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നതല്ല.
വീട്ടിൽ വച്ചേക്കാൻ പറ്റുമോ? അതും പറ്റുന്നതല്ല. ഇത് സ്വർണമാണ്. എന്തു വേണം? ചിന്തിക്കേണ്ടതാണ്. ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അമൂല്യമാണ്, വിലപിടിച്ചതാണ്. ഇത് ഒരു വെറുതെ നമുക്ക് കിട്ടുന്ന ഒന്നല്ല. ഭാഗ്യാതിരേകം, സുഹൃതികളിൽ മുൻപൻ എന്ന് വേണം പറയാൻ. അങ്ങനെ കിട്ടിയതാണ്. അതേപോലെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇവിടെ വന്നു കൂടിയവർക്കും, ഇവിടെ എല്ലാ കാര്യത്തിനും, ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യത്തിനും സഹകരിച്ചവർക്ക്, എന്നെ അനുമോദിച്ചവർക്ക്, ഇന്നലെ കഥകളി കണ്ടവർക്ക്, നമ്മുടെ മനോജ് കൃഷ്ണ എത്രമാത്രം അവരൊക്കെ ഈ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയും വീട്ടിൽ വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ കഥകളിക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം സമർപ്പിക്കാൻ നമ്മളൊക്കെ കഥകളിക്ക് വേണ്ടി സമർപ്പിച്ച് എന്ന് പറയുന്നത് വെറുതെയല്ല, വല്ല പൈസ കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊക്കെ പോകുന്നത്. പക്ഷേ ഇവരെ പോലുള്ളവർ പൈസ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അവർക്കത് ആനന്ദമാണ്. നല്ല കളി കാണുക, ഇതാണ് അവരുടെ ലക്ഷ്യം. അത് ഇന്നലത്തെ കളി എത്രമാത്രം വിജയപ്രദമായി എന്ന് ചോദിച്ചാൽ അത് കണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. അത് വലിയ കുഴപ്പമില്ലാതെ പോയി എന്നാണ് ഒരു പ്രയോക്താവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. ഒന്നുമല്ല, നന്ദി. 2 ദിവസം നമുക്ക് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. മഴ, അതുവരെ രാപ്പകലില്ലാത്ത മഴ, കാറ്റ്, ഇടി. ഈ 2 ദിവസം ഭഗവാന്റെ കാരുണ്യം. നമ്മുടെ വാർഡിലെ മെമ്പർ ശങ്കരേണ്ണൻ പറഞ്ഞല്ലോ, സ്കൂളിൽ വച്ചിരുന്ന പരിപാടിയാണ് ഇവിടെ ഇങ്ങോട്ട് മാറ്റിയത്. ഈശ്വര നിശ്ചയമാണത്. ഭഗവാന്റെ മുന്നിൽ വേണം എന്നുള്ള നിശ്ചയം തന്നെയാണ്. ആ ഭഗവാന്റെ കരുണാ കടാക്ഷം കൊണ്ട് ആണ് ഈ 2 ദിവസവും നമുക്ക് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായത്. മഴ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. ക്ഷേത്ര ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിന് വേണ്ടിയിട്ട് സൗജന്യം, പൂർണ്ണമായ സൗജന്യമല്ലെങ്കിലും സൗജന്യം പോലെ തന്നെ വിട്ടു തന്ന് വളരെ സന്തോഷത്തോടെ അവർ ഈ പരിപാടി ഇവിടെ നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിന്ന ക്ഷേത്ര ഭാരവാഹികളോടും എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 5 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ചിത്രങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അതും പലരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ കലാജീവിതത്തിൽ എൻ്റെ അസുലഭമായ അമൂല്യമായ നിമിഷങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കഥകളി കലാകാരനായതിൽ സുഹൃതം എന്ന് പറയാൻ കാരണവും അതാണ്. അനവധി സൗഹൃദങ്ങൾ, അനവധി പേരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നു കലാകാരൻ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഏറ്റവും നല്ല പ്രൊഫഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു കലാകാരനാവുക. ചേട്ടന് അത് അങ്ങനെയുള്ള ആളാണ് അല്ലേ? ഒരു കലാകാരനാവുമല്ലേ നല്ലത്. ഇതാ എൻ്റെ പക്ഷം പറയാൻ ആളുണ്ട്. കലാകാരനാവുന്നതിൻ്റെ സുഖം അദ്ദേഹം വേണ്ടുവോളം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതേമാതിരി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനും. വ്യത്യാസം ഒന്നേ ഉള്ളൂ, അദ്ദേഹം സിനിമയിലാണ്, ഞാൻ കഥകളിയിലാണ് മേഖല എന്നുള്ളൂ. ഞാൻ ന്യൂനപക്ഷത്തിൻ്റെ ആളാണ്, അദ്ദേഹം ഭൂരിപക്ഷത്തിൻ്റെ ആളാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എൻ്റെ നന്ദി പറയുന്നു. ഇതുകൊണ്ട് നിങ്ങൾ നിർത്തിപ്പോകരുത്. കഥകളിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ കഥകളി വളരണം, കഥകളി ആസ്വാദകരുണ്ടാവണം. കലാകാരന്മാരധികമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ കഥകളിക്ക് വേണ്ട ആൾക്കാർ ധാരാളം ഉണ്ട്, അല്ലേ സാറേ? ഉണ്ട്. ഇനി കൂടുതലുണ്ടായി അത് ഉണ്ടായിക്കോളും. പക്ഷെ ആസ്വാദകരുണ്ടാവണം. അതാരുണ്ടാവണം? ചെറുപ്പക്കാരുണ്ടാകണം. വയസ്സായൊരു കഥകളി ആസ്വാദകരായിട്ട് എത്ര നാളും നിലനിൽക്കും?
ചെറുപ്പക്കാർ കഥകളിയിലേക്ക് ആസ്വാദകരായിട്ട് വരണം. എങ്കിലേ നമ്മുടെ ഈ കല നിലനിൽക്കൂ, കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കൂ. മോശമൊന്നുമല്ല, ഒരു കഥകളിക്കാരനായാൽ എവിടെയും പോവാം. വിദേശ രാജ്യങ്ങൾ അടക്കം പോകാം, ഒരു പൈസ ചിലവുമില്ല, ഒരു ബാധ്യതയില്ല, ബന്ധപ്പാടുമില്ല, പോവാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സുഹൃതങ്ങൾ, സൗഭാഗ്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സുഹൃതങ്ങളിൽ ഒന്നാണ് ഈ വലം കയ്യിൽ കിടന്ന് തിളങ്ങുന്ന ഈ എന്താ പറയേണ്ടതിന് വള. പട്ട് വേറെയുണ്ട്, നിസ്സാരപ്പെട്ട പട്ടല്ല. പട്ടെന്ന് പേരെങ്കിലും ഏകദേശം 10,000 രൂപയോളം അടുക്കുന്ന വില വരുന്ന സാധനമാണത്. ഈ 10,000 രൂപയുള്ള വിലയുള്ള പട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഉടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. വീട്ടിൽ വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇരട്ടവാലുണ്ട്. അതുകൊണ്ട് ഇത്രയും വില പിടിച്ച സാധനങ്ങളാണ് ഇവിടുത്തെ സ്നേഹമായിട്ട്, ആദരവായിട്ട് തന്നത്. ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ചതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എല്ലാവർക്കും എൻ്റെ സ്നേഹ ആദരവോടെ നന്ദി പറയുന്നു. നമസ്കാരം.